കഴിഞ്ഞതും ഇനി കഴിയാനിരിക്കുന്നതുമായ ഉപതെരഞ്ഞെടുപ്പുകൾ എത്രത്തോളം അതിശക്തമായ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു എന്നത് സാക്ഷ്യപ്പെടുത്തുന്നതാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ UDFന്റെയും സംസ്ഥാനത്തുള്ള ഒട്ടുമിക്ക നേതാക്കളും ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ സജീവമായത് നമുക്ക് വ്യക്തമാകുന്നു. അത് ഒരുപക്ഷെ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിരിക്കാം ഈ പ്രചരണ തന്ത്രങ്ങളൊക്കെ എന്ന് നമ്മുടെ മുമ്പിൽ പറയുകയാണ് എറണാകുളത്തെ DCCയുടെ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. അദ്ദേഹം ചേലക്കരയിൽ പറഞ്ഞതനുസരിച്ച് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒരു പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ മീഡിയ ഗ്രാമത്തോട് പങ്കുവെക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീർണതയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്. 28 വർഷക്കാലത്തെ ഇടതുപക്ഷത്തിന് മാത്രം ജനപ്രതിനിധി ഉണ്ടായിരുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി രമ്യ ഹരിദാസിലൂടെ ആ മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF കൈപ്പത്തി ചിഹ്നത്തിൽ തിരിച്ചുപിടിക്കാൻ പോകുന്ന ഒരു ചരിത്ര ഉപതെരഞ്ഞെടുപ്പാണ്. വലിയ ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് അവിടെ നിന്ന് വിജയിക്കും. കാരണം ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ആ തെരഞ്ഞെടുപ്പിന്റെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും അതിന്റെ പ്രചരണ ക്യാമ്പയിനിങ്ങിലെ വ്യത്യസ്തതയും അതുപോലെയുള്ള ജനങ്ങളുമായി ഇടപഴകാൻ കഴിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായ ഏകോപനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്. എനിക്ക് തോന്നുന്നു തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പോലും നടത്താത്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ചേലക്കരയിൽ നടത്തിയത്. തീർച്ചയായും ആ നാട്ടിലെ വികസനമില്ലായ്മ, മുരടിപ്പ്, ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും മോശമായ സാഹചര്യങ്ങൾ, തൊഴിലില്ലായ്മ, അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രശ്നങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾ, ഇതെല്ലാം മുൻനിർത്തിയിട്ടുള്ള ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് ആ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകളെ പോലും അവർക്കുണ്ടായിരിക്കുന്ന ഈ സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ ജനദ്രോഹപരമായിട്ടുള്ള നടപടികളും ഇന്ന് രാജ്യത്ത് നടക്കുന്ന ഈ ജനാധിപത്യ മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള വലിയ അധിനിവേശവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ സമയത്തും കൃത്യമായി അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ പ്രയത്നമാണ് ചേലക്കരയിൽ നടത്തിയത്. അത് പോളിംഗ് കഴിഞ്ഞതോടുകൂടി ആ പോളിംഗ് പെർസെന്റേജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെയുള്ള ഒരു പോളിംഗ് പെർസെന്റേജ് ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ ഉണ്ടായത് അത് തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്, രമ്യ ഹരിദാസിന് അനുകൂലമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അതല്ല, ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്നു. വലിയ 40,000-നടുത്ത് ഭൂരിപക്ഷത്തിൽ CPM അല്ലെങ്കിൽ LDF ജയിച്ച ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ച് വിജയിപ്പിക്കാൻ UDFനും LDFനും ഒക്കെ പലതവണ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം 3 മാസങ്ങൾക്ക് അല്ലെങ്കിൽ 4 മാസങ്ങൾക്ക് മുൻപ് അവിടെ അങ്ങാടിയിൽ ചർച്ചയായ ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെട്ട ലോക്സഭയിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയെ തന്നെ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പാർട്ടി എത്രത്തോളം പരിശോധിച്ചു എന്നുള്ളത് KPCC വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു അങ്ങാടിപ്പാട്ടായി ഒരു വ്യക്തിയുടെ പരാജയം നിലനിൽക്കുമ്പോൾ ആ പരാജയപ്പെട്ട വ്യക്തിയെ തന്നെ പരീക്ഷിക്കാൻ കോൺഗ്രസിന്റെ ഒരു തീരുമാനം അത് ശരിവെക്കും എന്നാണോ അഭിപ്രായം? അല്ല, അത് തന്നെയാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലുണ്ട് അതിന്റെ ഉത്തരം. കാരണം 40,000 വോട്ടിനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റിൽ കുമാരി രമ്യ ഹരിദാസ് 5,000 വോട്ടിനാണ് ഈ ആലത്തൂർ ഈ പറയുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിൽ പിന്നിൽ പോയത്. ആ 5,000 വോട്ട് അതിനപ്പുറത്ത് അത് മറികടക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യമാണ് ഇടതുമുന്നണിയുടെ അമിത ആത്മവിശ്വാസത്തിലൂടെ ഞങ്ങൾക്കുണ്ടായത്. 28 വർഷക്കാലം ഇടതുമുന്നണിയുടെ MLA ഞങ്ങൾ കഴിഞ്ഞ തവണ 40,000 വോട്ടിന് ജയിച്ച സ്ഥലം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണനെ ഞങ്ങൾക്ക് ജയിപ്പിക്കാൻ സാധിച്ചു. രമ്യ ഹരിദാസിന്റെ 1.5 ലക്ഷം വോട്ടിനാണ് 2019 അവിടെ നിന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഇടതുമുന്നണിയുടെ കേരളത്തിലെ 20 സ്ഥാനാർത്ഥിമാരിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു രാധാകൃഷ്ണൻ. സംഘടനാപരമായി കോൺഗ്രസിനും UDFനും ഏറ്റവും മോശമായ നിയോജക മണ്ഡലങ്ങൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന ഈ ആലത്തൂർ എന്ന് പറയുന്ന ഈ പാർലമെന്റ് സെഗ്മെന്റ്. പക്ഷേ അവിടെ നിസ്സാര വോട്ടിനാണ് 10,000 വോട്ടിനാണ് പരാജയപ്പെട്ടതെങ്കിലും
അത് മറികടക്കാനുള്ള ഒരു ശക്തി ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനം എന്ന് പറയുന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അമിത ആത്മവിശ്വാസമാണ്. അവർ ജയിച്ച ഒരു മണ്ഡലം, അവിടെ പ്രവർത്തനങ്ങൾ പോലും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായി ഇടപഴകാനുള്ള വിമുഖതയാണോ ഇനി അമിത ആത്മവിശ്വാസമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ പോലും ഒരു 300 പേരെ പോലും തികച്ച് പങ്കെടുപ്പിക്കാൻ പഴയന്നൂരിലെ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രി പങ്കെടുത്ത പ്രചാരണത്തിന്റെ തലേ ദിവസം നടന്ന പരിപാടിയിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയില്ല എന്നുള്ളതാണ്. അത്രയധികം വെറുത്തിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ വരെ. ആ വെറുത്ത കമ്മ്യൂണിസ്റ്റുകാരെ പോലും ഇത് പറഞ്ഞു മനസ്സിലാക്കാനുള്ള യാതൊരു നടപടിയും ഈ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലോ ഇനിയുള്ള പ്രവർത്തനങ്ങളിലോ അതുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സ്വയം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു എല്ലാ മണ്ഡലത്തിലും അവിടെയുള്ള 9 പഞ്ചായത്തുകളിലും രമ്യ ഹരിദാസ് ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. വലിയ ലീഡായിരിക്കില്ല, ചില പഞ്ചായത്തുകളിൽ അതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടായിരിക്കും. പക്ഷേ നല്ല ഭൂരിപക്ഷം, ഒരു കംഫർട്ടബിൾ ഭൂരിപക്ഷത്തോടു കൂടി രമ്യ ഹരിദാസ് 28 വർഷക്കാലത്തിന് ശേഷം ആ മണ്ഡലം തിരിച്ചുപിടിക്കും. മറ്റൊരു പ്രത്യേകതയുള്ളത്, ചേലക്കരയിൽ സുധീർ എന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. സുധീർ പഴയ AICC മെമ്പറൊക്കെ ആയിരുന്നു. സത്യത്തിൽ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അത് കോൺഗ്രസിന്റെ ഒരു വിമതനായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്. ഒരു വിമത സ്ഥാനാർത്ഥി പറയാൻ മറ്റൊരു പാർട്ടി ഉണ്ടെങ്കിലും ഒരു വിമത സ്ഥാനാർത്ഥി. ആ വിമത സ്ഥാനാർത്ഥി എത്രത്തോളം കോൺഗ്രസിന്റെ ജയപരാജയങ്ങളെ ബാധിക്കും? അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു സ്കോപ്പും ഇല്ലാതിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ എനിക്ക് തോന്നുന്നു നിരവധി സ്ഥാനാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള നിരവധി ആളുകൾ ഒന്ന് മത്സരിച്ച ഒരു സ്ഥലം കൂടിയിട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യം സ്വന്തം വോട്ടല്ലാതെ മറ്റേതെങ്കിലും വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയും സുധീറിനെ പോലുള്ള ഒരു കാൻഡിഡേറ്റിന് അവിടെ ഇല്ല. അത്തരത്തിലുള്ള ഒരു ചർച്ചകളും അവിടെ ഉണ്ടായില്ല. പൊതുവായി വലിയ പ്രചാരണങ്ങൾ നടത്തിയെന്നല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ ജനങ്ങളുടെ മനസ്സ് കവരാനോ അത്തരത്തിലുള്ള ആളുകൾക്ക് സാധിച്ചിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അത്രത്തോളം ചേലക്കരയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾ വിജയിക്കുമെന്ന് പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കാൻ, അത്ര മൂടന്മാരൊന്നും അല്ലല്ലോ ചേലക്കരയിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് അതിനുള്ള യാഥാർത്ഥ്യങ്ങൾ അറിയാം. ആ വോട്ട് അവർക്ക് ചെയ്തത് കൊണ്ട് ഒരു കാരണവശാലും അത് ഗുണമല്ല. അത് ഒരുപക്ഷെ ഇടതുപക്ഷത്തെ ജയിപ്പിക്കാനുള്ള അവസരം ഒരുക്കും എന്നുള്ളത് തന്നെ അവിടെ ചർച്ചയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ വോട്ടുകളൊന്നും സുധീറിനെ പോലെയുള്ള ആളുകൾക്ക് അത്ര വോട്ടുകളൊന്നും ക്യാൻവാസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു സ്പേസ് ഇല്ലാതെ പോയ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയിട്ടാണ് ഈ ചേലക്കര പോലെയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ നമുക്കറിയാം സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരും ഏറ്റവും നിലാരംബരായിട്ടുള്ള ആളുകളാണ് ആ പ്രദേശത്തുള്ളത്. അത്തരത്തിലുള്ള ആളുകൾക്ക് അത്രയധികം രാഷ്ട്രീയം ചിന്തിക്കാൻ കഴിയാവുന്ന തരത്തിലേക്ക് അവരെ ആ തെരഞ്ഞെടുപ്പിന്റെ മുഹൂർത്തത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് UDFന്റെ ഒരു ശക്തമായ ക്യാമ്പയിനിങ്ങിലൂടെ തന്നെയാണ്. അത് ഞങ്ങൾ നടത്തിയത് വലിയ പ്രചരണങ്ങളിലൂടെ, കൊട്ടിയാഘോഷിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൂടെയല്ല. ഓരോ വീടുകളും കയറിയിറങ്ങി ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി, അത് 1, 2, 3 വട്ടമല്ല 4, 5 വട്ടവുമാണ് വീടുകൾ കയറിയിറങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടപ്പിലാക്കിയത്. അപ്പൊ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലാണ് കോൺഗ്രസിന്റെ ഒരു വലിയ പ്രചരണം നടന്നത്. അത് ഇത്തരത്തിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൂടി ഞങ്ങൾക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു ഭീഷണിയും UDF സ്ഥാനാർത്ഥിക്ക് ഇത്തരത്തിലുള്ള ആളുകളിലൂടെ ഉണ്ടായിട്ടില്ല. അൻവറിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ സുധീർ മത്സരിക്കുമ്പോൾ സുധീറിനെ അങ്ങനെ ഒരു കോൺഗ്രസിന്റെ വിമതനായൊന്നും സുധീറിനെ ആരും കണ്ടിട്ടില്ല. അപ്പൊ കോൺഗ്രസിന്റെ ഒരു സംഘടനാ പ്രവർത്തന രംഗത്ത് അത്രയധികം സജീവമല്ലായിരുന്നു. പക്ഷെ ആ ഒരു സീറ്റിൽ മുൻകാലങ്ങളിൽ മത്സരിച്ചിരുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു മെറിറ്റും അദ്ദേഹത്തിന് ആ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ വോട്ടർമാരുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു മെറിറ്റും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതെല്ലാം അപ്രധാന്യമായിട്ടുള്ള ചോദ്യങ്ങളും ചർച്ചകളുമാണ്. പക്ഷെ അവിടെ കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാലങ്ങളായി വോട്ട് ചെയ്യുന്ന ആളുകൾ അവർക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധത ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾക്ക് വില കിട്ടുന്നില്ല, സർക്കാരിൽ നിന്നൊരു ആനുകൂല്യം ലഭിക്കുന്നില്ല. അതുമാത്രമല്ല അവരുടെ ജീവിത സാഹചര്യം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന്
വളരെ പിന്നോക്കമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 28 വർഷക്കാലം വികസന മുരടിപ്പ് വലിയ ചർച്ചയായിരുന്നു. 28 വർഷക്കാലത്ത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തനങ്ങളെ കുറിച്ച് അവിടെ വലിയ ചർച്ചയായിരുന്നു. അതുപോലെ സാധാരണക്കാരന് റേഷൻ കടകളോ മാവേലി സ്റ്റോറോ അതുപോലെ തന്നെ സപ്ലൈകോ വഴിയോ ഒരു സാധനങ്ങളും കിട്ടുന്നില്ല എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു. തൊഴിലില്ലായ്മ വലിയ ചർച്ചയായിരുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലും പണമില്ലാതെ പോകുന്ന സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ആ മേഖലകളിലൊക്കെയാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഈ പഞ്ചായത്ത് വഴി ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ അവർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം സർക്കാരുകളുടെ പിടിപ്പുകേടാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധമാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായും ചർച്ച ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഇടതുമുന്നണിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ BJPക്കും ഒക്കെ വലിയ എതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ ആയിരുന്നു. അവിടെ പണമൊഴുക്കിയത് കൊണ്ടോ വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടോ ഒന്നും വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് നിലനിർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ 2024 തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റായി UDF നടപ്പിലാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനമാണ് ചേലക്കരയിൽ ഉണ്ടായത്. അത് യാഥാർത്ഥ്യമാകും. അവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഭൂരിപക്ഷത്തിന് രമ്യ ജയിക്കും. ഭൂരിപക്ഷം അല്ലെങ്കിൽ വിജയം ഉറപ്പിക്കുമ്പോൾ ഭൂരിപക്ഷം എത്രയെന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ടോ പാർട്ടി? അല്ല, ഭൂരിപക്ഷം പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത് 5000 വോട്ടാണ്. ഒരു 5000 മുതൽ 10000 വോട്ട് വരെയുള്ള ഒരു ഭൂരിപക്ഷം രമ്യ ഹരിദാസിനുണ്ടാകും. അത്തരത്തിലാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.